അച്ഛന് വയസ്സ് 86 രാവിലെ നേരത്തെ എണീക്കും, 5:45 ആകുമ്പോഴേക്കും. എന്നിട്ട് ഗേറ്റൊക്കെ തുറന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആദ്യം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം പേപ്പർ വായിക്കും. പിന്നെയുള്ള പണി എന്താ അറിയോ? ഒരു 7:45 ആകുമ്പോൾ ഫോണും പിടിച്ചിരിക്കും. അതെന്തിനാ വെച്ചാൽ അവർക്കൊരു റിട്ടയറീസിൻ്റെ ഗ്രൂപ്പുണ്ട്. അതിൽ അന്നത്തെ ദിവസത്തെ ആരുടെയാ ബർത്ത്ഡേ, ആനിവേഴ്സറി അതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അച്ഛനാണെങ്കിൽ ബാങ്കിലുള്ളപ്പോഴും അതെ, പിന്നെ റിട്ടയർ ആയപ്പോഴും അതെ, ഓൾ കേരള ബാങ്ക്സ് അസോസിയേഷൻ്റെ ഒരു കീ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും അച്ഛന് പരിചയമില്ലാത്ത ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നും അതെ, ആരുടെ ബർത്ത്ഡേ വെച്ചാൽ ആ ആളെ വിളിക്കും, വിഷ് ചെയ്യും. എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് തുടങ്ങി സംസാരം അങ്ങോട്ട് നീണ്ടു പോവും. വീട്ടുകാരും നാട്ടുകാരും കുട്ടികളുടെ കാര്യമൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും ഈ അച്ഛനിങ്ങനെ ആൾക്കാരെ ബോറടിപ്പിക്കാൻ വേറെ പണിയൊന്നുമില്ലേ എന്ന്. ഇത് ഒരു ദിവസവും മുടങ്ങില്ല കേട്ടോ, എന്നും അച്ഛൻ ചെയ്യുന്ന പണിയാത്. അവരോട് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ ശബ്ദത്തിലും മുഖത്തും കാണുന്ന തിളക്കം, ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ, പങ്കുവെച്ച പരാജയങ്ങളും വിജയങ്ങളും, അങ്ങനെ പലതും അവർ ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ അവർ സംസാരിക്കുന്നത് അവരുടെ ഇടയിലുള്ള ചിലരൊക്കെ ഇന്ന് ഇല്ല എന്ന ഓർക്കലിലായിരിക്കും. പക്ഷെ അവയിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ഒരു കാലത്ത് ഒരുമിച്ച് കടന്നുപോയ ജീവിതത്തിന്റെ ശബ്ദമാണ്. ഇവരിൽ പലരും അതെ, മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെയൊക്കെ ഞാൻ താമസിക്കുന്നുണ്ടാവുക. പക്ഷെ പലപ്പോഴും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും അവരുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഈ വലിയ വർത്താനം പറയണ ഞാൻ തന്നെ ഇവിടെ ഉണ്ടായിട്ട് എത്ര നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും വേണ്ടാന്ന് വെച്ചിട്ടല്ല, നമ്മളുടെ പല തിരക്കുകൾ കൊണ്ടായിരിക്കാം അല്ലേ. ഇപ്പോഴും അതെ, ഞാൻ കാറെടുത്ത് പുറത്തു പോയി ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വരും. നീ എവിടെയാ, വരാറായില്ലേ എന്നും ചോദിച്ചിട്ട്. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ. പക്ഷെ ഞാൻ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്. നീ കഴിച്ചോ? നിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഇത്ര നേരമായിട്ട് എന്താ നിന്നെ താഴത്തേക്ക് കാണാഞ്ഞേ എന്നൊക്കെ വേവലാതിപ്പെടാൻ നമ്മുടെ അച്ഛനും അമ്മയും പോലെ വേറെ ആരാ ഉണ്ടാവുക? നമ്മൾ എത്ര വലുതായാലും അതെ, അവർക്ക് നമ്മൾ അവരുടെ കൊച്ചുകുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി അച്ഛൻ ഫോണിൽ കൂടെ ഉറക്കെ സംസാരിക്കുമ്പോഴോ റോട്ടിൽ കൂടെ പോണ എല്ലാവരെയും വിളിച്ചു നിർത്തി കുശലം പറയുമ്പോഴോ അച്ഛനോട് ദേഷ്യം വിചാരിക്കണ്ട. കുറച്ച് ലേറ്റായ അമ്മ എവിടെ പോയതാ നീ എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് കയർക്കാൻ നിൽക്കണ്ട. അവർക്ക് എപ്പോഴും പേരക്കുട്ടികളോട് ഇത്തിരി അധികം സ്നേഹം ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങളുടെ മക്കൾ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊന്ന് വിളിക്കൂ. നമ്മൾ വേണം അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും അറിയണ്ടാവില്ല. മുത്തശ്ശനെ ഒന്ന് വിളിച്ച്, മുത്തശ്ശ കൈയിൻ്റെ വേദനയൊക്കെ എപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? മുത്തശ്ശി ബിഗ് ബോസ് കണ്ടോ, ആരാ എലിമിനേറ്റ് ആയേ? എന്തായാലും ചെറിയ കുശലാന്വേഷണങ്ങൾ അവർക്ക് അത് മതിയെന്നേ. നിങ്ങളുടെ ഒരു ചെറിയ ഫോൺ കോൾ, ഒരു സന്ദർശനം, അത് അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്.